ഹായ് ഗൈസ്, യാത്രകളെ ഏറെ ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സീനിസ് വ്ലോഗിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. സുഹൃത്തുക്കളെ, മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് എറണാകുളം ജില്ലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വണ്ടർ വാട്ടർഫാൾസ് എക്സ്പോയിലെ കുറച്ച് വിശേഷങ്ങളും അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ്. ഈ എക്സ്പോ നടക്കുന്ന ലൊക്കേഷൻ വരുന്നത് എറണാകുളത്തപ്പം ഗ്രൗണ്ടിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ്. നമ്മളങ്ങനെ ആ ഒരു ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. എക്സ്പോ നടക്കുന്ന ഈ ഒരു ഭാഗത്തിൻ്റെ മുൻവശത്തായിട്ടാണ് നമ്മളിപ്പോൾ നിന്ന് കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ടിക്കറ്റ് എടുക്കുന്ന ഭാഗത്ത് ചെറിയ രീതിയിൽ ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. ആളുകളൊക്കെ ഏകദേശം എത്തി വരുന്നതേ ഉള്ളൂ. ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് ഒരാൾക്ക് 150 രൂപയാണ്. നമ്മളങ്ങനെ 150 രൂപയുടെ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലോട്ട് കയറിയപ്പോൾ തന്നെ ഈ ഒരു രീതിയിലുള്ള കാഴ്ചകളാണ് കാണുന്നത്. ഇതൊരു ചെറിയ രീതിയിലുള്ള എൻട്രൻസ് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ കുറേ പല വർണ്ണങ്ങൾ, പല കളറിലുള്ള ഫ്ലവേഴ്സും അതുപോലെ തന്നെ കുറേ മുകളിലൊക്കെ കുറേ കുടകളൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ വലിയ ഫ്ലവേഴ്സും അതുപോലെ തന്നെ കുറേ ഇൻസെക്ട്സ്, വണ്ട്, തേള് അതുപോലുള്ള കുറേ സംഭവങ്ങൾ, അത് നല്ല രീതിയിൽ തന്നെ കുട്ടികൾക്ക് ഏറെ കൗതുകം ഉണർത്തുന്ന രീതിയിലാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുള്ളത്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇത് കാണുമ്പോൾ പെട്ടെന്ന് ഇത് ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്ക് നല്ല കൗതുകം ഉണർത്തുന്ന കാഴ്ചകൾ തന്നെയാണ് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കുക. നമ്മളെല്ലാവരും പ്രത്യേകിച്ച് ഇപ്പോൾ വെക്കേഷൻ്റെ ഒക്കെ ഒരു ടൈമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാവരും ഇങ്ങനെ ആലോചിച്ചിരിക്കും കുട്ടികളൊക്കെ ആയിട്ട് എവിടെ പോയാലാണ് അടിച്ചു പൊളിക്കാനൊക്കെ പറ്റുകയെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിലൊരു വൺ ഡേ ട്രിപ്പ് എന്നുള്ള രൂപത്തിലൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് കാഴ്ചകളൊക്കെ കണ്ടു പോകാവുന്നതാണ്. ആദ്യത്തെ ഭാഗത്തു നിന്ന് നോക്കിയപ്പോൾ വളരെ കുറച്ച് കാഴ്ചകൾ മാത്രമാണ് നമ്മൾ കണ്ടത്. പിന്നെ അങ്ങോട്ട് ഉള്ളിലോട്ട് പോകുന്തോറും വ്യത്യസ്തമായിട്ടുള്ള പല കളറിലുള്ള പല വർണ്ണങ്ങളായിട്ട് തന്നെ പല ഭാഗങ്ങളും ചിത്രീകരിച്ച് ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. നല്ല രസമാണ്. ഇവിടെ ഒരു വലിയ ബട്ടർഫ്ലൈ, അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തൊരു വണ്ട്, നല്ല രസത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാ രൂപങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടി അങ്ങനെ മുന്നോട്ട് വന്നപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കാഴ്ചകളിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായിട്ട് മറ്റൊരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചത്. മനുഷ്യനിർമ്മിതമായിട്ടുള്ള സറൈൽ വാട്ടർഫാൾസും അതുപോലെ തന്നെ നയാഗ്ര വാട്ടർഫാൾസിൻ്റെ ആ ഒരു രൂപത്തിലുള്ളൊരു വെള്ളച്ചാട്ടവും അടിപൊളിയായിട്ട് തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സറൈൽ വാട്ടർഫാൾസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗത്ത് തന്നെ ഒരുപാട് ആളുകളും കാഴ്ചകൾ കണ്ടിങ്ങനെ അമ്പരം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ നിന്ന് കാണാനായിട്ട് സാധിച്ചത്. നമുക്കിവിടെ ചെറിയ രീതിയിൽ വെള്ളത്തിലിറങ്ങിയിട്ട് ഇങ്ങനെ കളിക്കാനൊക്കെ സാധിക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഈ ഒരു വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങി നിന്നിട്ട് എൻജോയ് ചെയ്യാനൊക്കെ കഴിയും. പല വർണ്ണങ്ങളും പല കളറുകളൊക്കെ ആയിട്ട് ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. ഈ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിന്ന് പോകും. കാരണം അത്ര മനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ച തന്നെയാണ്. നമുക്ക് ഏവർക്കും കൗതുകമുണർത്തുന്ന കാഴ്ച തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. കുട്ടികൾക്കാണ് ഏറ്റവും വലിയ അത്ഭുതങ്ങൾ ഉണ്ടാവുക. കാരണം അവർ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുന്നത്. നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സറൈൽ വാട്ടർഫാൾസ് ആണോ നയാഗ്ര വാട്ടർഫാൾസ് ആണോ നോക്കേണ്ടത് ഇങ്ങനെ സംശയം, അങ്ങനെ ഒരു ചിന്തയിലായി പോകും നമ്മൾ. കാരണം രണ്ടും നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല പല ഭാഗങ്ങളിലായിട്ട് ഇതുപോലെ പല ഷേപ്പിലും LED ലൈറ്റുകളൊക്കെ വെച്ചിട്ട് അടിപൊളി കാഴ്ചകൾ തന്നെയാണ് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കുക. നമ്മൾ വന്ന സമയത്ത് ആളുകൾ കുറച്ച് എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. കുറച്ച് നേരം കൂടി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല ആളുകൾ തന്നെ ഇവിടെ വന്ന് കയറിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. മാത്രമല്ല വരുന്ന ആളുകൾക്കൊക്കെ നല്ല രീതിയിൽ തന്നെ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാനും സാധിക്കുന്നുണ്ട്. വെള്ളത്തിലിറങ്ങി കളിക്കുന്നുണ്ട് ചിലവരൊക്കെ. വെക്കേഷൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ഇപ്പോൾ ആലോചിക്കുന്നത് കുട്ടികളായിട്ട് എങ്ങനെ നമുക്കൊരു ചെറിയ വൺ ഡേ ട്രിപ്പ് പോകാമെന്നുള്ളതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ എറണാകുളം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വണ്ടർ വാട്ടർഫാൾസ് എക്സ്പോയും അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കൊച്ചിൻ കാർണിവൽ മറൈൻ ഡ്രൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രണ്ട് സംഭവങ്ങൾ നിങ്ങൾക്ക് കണ്ട് ആസ്വദിക്കാവുന്നതാണ്. ചെറിയ രീതിയിലൊരു വൺ ഡേ ട്രിപ്പ് പോലെ തന്നെ വന്നിട്ട് കാഴ്ചകളൊക്കെ കണ്ട് കുട്ടികൾക്ക് പ്രത്യേകിച്ചും കാഴ്ചകളൊക്കെ കണ്ട് പോകാവുന്നതാണ്. മറൈൻ ഡ്രൈവിൽ നിന്നും 1 കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ ഒരു എക്സ്പോ നടക്കുന്നത്. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ, എറണാകുളത്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യാവുന്നതാണ്. പരമാവധി വൈകിട്ട് വരുന്നത് തന്നെയാണ് നല്ലത്. ഇതിൻ്റെ ഒരു ടൈമിംഗ് എന്ന് പറഞ്ഞത് വൈകിട്ട് 4 മണി മുതൽ രാത്രി 9 മണി വരെയാണ്. അപ്പോൾ ആ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയൊക്കെ വന്ന് വിസിറ്റ് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു വീഡിയോ.
അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ എല്ലാവരും ആദ്യമായിട്ട് കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തണം. അതുകൂടാതെ ഒരു വൺ ഡേ ട്രിപ്പോ മറ്റോ പോകാനായിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്ന നിങ്ങളുടെ ചങ്ക് ബ്രോസിനൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരേക്കും ബൈ.